ഡോഗിന്റെ ദേഹത്ത് ചെള്ളിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സ്പോട്ട് ഓൺ വാങ്ങിച്ചിട്ടോണം. റിസ്ക് ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്ന് നോക്കുക. ടിക് ഫീവറുള്ള ഒരുപാട് ഡോഗ്സ് വരുന്നുണ്ട്. ഇപ്പൊ സ്പോട്ട് ഓൺ ആണ് ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുത്തേക്കാം. അതും പെറ്റ് ഷോപ്പിന്റെ ആണ്. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഷിപ്പ് ചെയ്ത് തരും. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമ്പോർട്ടന്റ് മെസ്സേജ് ആയതുകൊണ്ടിട്ട് നമുക്ക് ഇതിനകത്തും പറയാം. ആദ്യമായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ഡോഗിന്റെ ഏകദേശം വെയിറ്റ് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. ഇതുപോലുള്ള ചെറിയ ട്യൂബിലാണ് സ്പോട്ട് ഓൺ വരുന്നത്. നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഈ ട്യൂബ് ഓപ്പൺ ആവും. തല തിരിച്ച് പിടിച്ച് കറക്കരുത്, മരുന്ന് നഷ്ടപ്പെടും. ഇതിനകത്തുള്ള ഒരു ഡ്രോപ്പ് പോലും മിസ്സാക്കരുത്. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നത് ഹെഡിന്റെ ബാക്കിലുള്ള ദാണ്ട് ഈ ഒരു ലൈനിൽ ഈ ഒരു നടുഭാഗം വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓരോരോ സ്പോട്ടിലായിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇതിന് സ്പോട്ട് ഓൺ എന്ന് പറയുന്നത്. ഹെയർ മാറ്റുക, സ്കിന്നിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക, അടുത്ത ഒരു സ്പോട്ട് എടുക്കുക, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ബാക്കിലോട്ട് പോകരുത്. ഇവർക്ക് നക്കി കഴിക്കാൻ പറ്റാത്ത ഒരു പാർട്ട് ആയതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്യുന്നത്. എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് ബോഡി സ്പ്രെഡ് ആവും. പക്ഷെ നക്കി കഴിച്ചു കഴിഞ്ഞാൽ ഡോഗിനും ദോഷമാണ്. അതേപോലെ തന്നെ മരുന്ന് മിസ്സാവുകയും ചെയ്യും. നമ്മൾ ഇട്ടതിന്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ഒരു 48 മണിക്കൂറെങ്കിലും ഡോഗിനെ കുളിപ്പിക്കാതിരിക്കുക. ആ 48 മണിക്കൂർ എന്ന് പറയുന്നെങ്കിലും നെക്സ്റ്റ് ഒരു 1 വീക്ക് കുളിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ അപ്ലൈ ചെയ്ത മരുന്ന് ഇതിന്റെ സ്കിന്നിനകത്തേക്ക് അബ്സോർബ് ആവും. അബ്സോർബ് ആയിട്ട് സെബേഷ്യസ് ഗ്ലാൻഡിനകത്തോട്ടാണ് ഇത് സ്റ്റോർ ആകുന്നത്. നമ്മൾ ഇട്ടത് ഈ 4 or 5 സ്പോട്ടിലാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ മെഡിസിൻ സ്പ്രെഡ് ആയിട്ട് കുറെ കാലം ഇതിന്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. കമ്പനീസ് ഒക്കെ പറയുന്നത് ഒരു 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ എഫക്റ്റ് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3-4 മാസമൊക്കെ ഇതിന്റെ ഒരു എഫക്റ്റ് കാണാറുണ്ട്. അടുപ്പിച്ച് ഒരുപാട് തവണ കുളിപ്പിക്കുന്ന ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ മരുന്ന് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ടൈപ്പ് ചെള്ളിനെയും ശരീരത്തിൽ കയറുമ്പം തന്നെ അതിന്റെ ശരീരത്തിൽ ആക്ട് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയും. ഒരു ചെള്ള് ശരീരത്തിൽ കയറി മെച്യൂർഡ് ആയി അത് മുട്ടയിട്ടാണല്ലോ അത് സ്പ്രെഡ് ആയി പോകുന്നത്. അപ്പൊ മെച്യൂർഡ് ആകാനായിട്ട് അനുവദിക്കാതെ അതിന്റെ നെക്സ്റ്റ് ജനറേഷനെ തടയാനായിട്ടും സ്പോട്ട് ഓൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെള്ളുപനിക്ക് ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് സ്പോട്ട് ഓൺ ആണ്. അതേപോലെ തന്നെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അല്പം കൂടെ കോസ്റ്റ്ലി ആണ്. ടിക് ഫീവറിന്റെ ലക്ഷണങ്ങളും കൂടെ ഓരോ ഡോഗ് ഓണറും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ടിക് ഫീവർ ഉണ്ടാകുന്നത് ചെള്ളുകളിൽ നിന്നാണ്. പല ടൈപ്പ് ചെള്ളുകളിൽ നിന്നും ഉണ്ടാകാം. ചെള്ളെന്ന് പറയുന്നത് എന്താണെന്നുള്ളതിന് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അവിടെ പിക്ചേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് ചെള്ളിനകത്താണെന്നുണ്ടെങ്കിലും ടിക് ഫീവറിനുള്ള ബാക്ടീരിയാസ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. എല്ലാ ചെള്ളിലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും ചെള്ളുപനിയുള്ള ഒരു ഡോഗിനെയോ വേറെ ഒരു ആനിമലിനെയോ കടിച്ച ചെള്ള് നമ്മുടെ ഡോഗിനെ വന്ന് കടിക്കുമ്പോഴാണ് ടിക് ഫീവർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. വാക്കിങ്ങിന് പോകുമ്പോൾ പുല്ലിൽ കിടക്കുന്ന ചെള്ള് ശരീരത്തിലേക്ക് കയറി അങ്ങനെ വരാം. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് മറ്റ് ഡോഗിൽ നിന്നൊക്കെ മാറ്റി നിർത്തി വളർത്തുന്ന ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ടിക് ഫീവറിനുള്ള ചാൻസ് കുറവാണ്. പല ടൈപ്പ് ബാക്ടീരിയാസ് ടിക് ഫീവർ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു ബാക്ടീരിയ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ശരീരത്തിൽ ഇങ്ങനെ കിടക്കത്തതേ ഉള്ളൂ. അതല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളിലൊന്ന് അലസത, വിശപ്പില്ലായ്മയൊക്കെയാണ്. നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാതെയൊക്കെ ഇരിക്കാം. സെലക്റ്റീവായിട്ട് ഫുഡ് കഴിക്കാം. ചിക്കനും ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിനകത്ത് ചിക്കൻ മാത്രം എടുത്ത് കഴിച്ചിട്ട് ഡോഗ് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറെ ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറെ നാൾ ഇങ്ങനെ മാത്രം കഴിച്ചു പോകുന്നു എന്നുണ്ടെങ്കിലും ഡോഗിന് ബോഡി വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്, അലസത കൂടി വരുന്നുണ്ട്, പഴയതുപോലെ ഒന്നും കളിക്കുന്നില്ല. ഇതുപോലുള്ള സിംറ്റംസ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ആരംഭത്തിൽ കാണാറുള്ളതാണ്. അത് കുറെ ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കുക. കുറെ ദിവസം എന്ന് പറയുന്നത് 2-3 ദിവസത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിംറ്റംസ് നിങ്ങൾ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടിക് ഫീവർ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കും. ബോഡി ടെമ്പറേച്ചർ ഉയർന്നതായിട്ട് കാണാം. ഈ ഒരു മോണയുടെ സൈഡൊക്കെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില ടൈപ്പ് ടിക് ഫീവറിന് ഒരു മഞ്ഞ കളർ, യെല്ലോയിഷ് കളറൊക്കെ ഉണ്ടാകാറുണ്ട്. ബോഡിയിൽ അത് കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ട് ടിക് ഫീവർ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കാം. അതേപോലെ തന്നെ ബോഡി വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹെയർ ഫാൾ നല്ലോണം ഉണ്ടായിരിക്കും. ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുന്നത് ലിവർ, കിഡ്നി ഇതുപോലുള്ള അവയവങ്ങളെയാണ് ടിക് ഫീവർ മെയിനായിട്ട് ബാധിക്കുന്നത്. കിഡ്നിയൊക്കെ ബാധിച്ച് ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ ഡോഗിന്റെ ശരീരം മൊത്തം നീര് വരികയും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയൊക്കെ ചെയ്യും. ചില ഡോഗിന് അപസ്മാരവും ഉണ്ടാകാറുണ്ട്. ഓരോ ഡോഗിനും സിംറ്റംസ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കും. എന്നാലും വിശപ്പില്ലായ്മയും അതേപോലെ തന്നെ അലസതയും ഇത് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ഡോഗിനും ഉണ്ടാകാറുണ്ട്. കിഡ്നിയെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രത്തിന്റെ കളറ് നല്ല യെല്ലോയിഷ് ആവും, പിന്നെ ഓറഞ്ച് കളറാവും. അവസാനത്തെ ഒരു സ്റ്റേജിൽ എന്നൊക്കെ പറയുന്നത് യൂറിനകത്തൂടെ ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും. ഡോഗിന് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഇതിന്റെ ചുവന്ന രക്താണുക്കൾ നല്ല രീതിയിൽ കുറയും. ബ്ലഡിന്റെ കൗണ്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞ് അവസാനം HB ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേന് ഒരു 10-ൽ താഴെ അങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം ബ്ലഡ് കയറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. അതിന് നമ്മൾ മറ്റൊരു ഡോഗിന്റെ ഹെൽപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാറുണ്ട് രക്തം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ടിക് ഫീവറുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്.
അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഡോഗിനെ സംരക്ഷിക്കുക. ആദ്യം പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കുന്നതും ഒക്കെ നല്ലതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ടിക് ഫീവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ തുടക്ക സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് എടുത്ത് എളുപ്പത്തിൽ തന്നെ ഇത് മാറുന്നതാണ്. അതല്ല നിങ്ങൾ മിസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ബ്ലഡിന്റെ കൗണ്ട് ഒക്കെ കുറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ രക്ഷിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരും. ടിക് ഫീവറിന് വിദേശ രാജ്യങ്ങളിലൊക്കെ ചില വാക്സിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് വന്നിട്ടില്ല. ആ വാക്സിൻ ആണെന്നുണ്ടെങ്കിലും 6 മാസത്തേക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. 6 മാസം കൂടുമ്പോൾ എടുക്കുന്ന ഇഞ്ചക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടുള്ളതിനെക്കാട്ടിൽ ടിക് ഫീവർ ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഡോഗ്സിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും കൂടുന്നത് പോലെ മാത്രമേ ഉള്ളൂ. എന്തായാലും ഡോഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്പോട്ടോണോ അല്ലെന്നുണ്ടെങ്കിൽ ടിക്കിന്റെ കോളറോ അതുപോലെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രിവെന്റീവ് മെത്തേഡ് അത് നിങ്ങൾ യൂസ് ചെയ്യുക.